ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പീരുമേട് അസംബ്ലി മണ്ഡലം സ്ഥാനാർത്ഥി കെ സലീം കുമാറിന്റെ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് തല പര്യടനം വണ്ടിപ്പെരിയാറിൽ റോഡ് ഷോയോടുകൂടി സമാപിച്ചു. മുൻ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാവിലെ ഗ്രാമ്പിൽ നിന്നും ആരംഭിച്ച വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് തല പര്യടനം അറണക്കൽ, വള്ളക്കടവ്, കറുപ്പുപാലം, വാളാടി, ഡൈമൂക്ക്, മൂങ്കലാർ, മ്ലാമല, തേങ്ങാക്കൽ, പശുമല തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി വൈകിട്ട് വണ്ടിപ്പെരിയാറിൽ എത്തിച്ചേർന്നപ്പോൾ വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും നൂറുകണക്കിന് പ്രവർത്തകർ ചേർന്ന വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് സ്വീകരിച്ചത്. തുടർന്ന് നടന്ന യോഗത്തിൽ PTT യൂണിയൻ ജനറൽ സെക്രട്ടറി M തങ്കുദരെ അധ്യക്ഷനായിരുന്നു. മുൻ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് യോഗം ഉദ്ഘാടനം ചെയ്തു. വർഗീയ സംഘർഷങ്ങളൊന്നുമില്ലാത്ത, സാമുദായിക സംഘർഷങ്ങളൊന്നുമില്ലാത്ത 10 വർഷക്കാലമാണ് കടന്നുപോയതെന്നും ഇവിടെ LDF ഭരണമായതുകൊണ്ട് മാത്രമാണ് സാധ്യമായതെന്നും ജോയ്സ് ജോർജ് പറഞ്ഞു. ഈ രാജ്യത്ത് ഒരു കലാപവും ഉണ്ടായില്ല. മാറാടിന്റെ നാടാണ് കേട്ടോ നമ്മുടേത്. മാറാടിന്റെയും മറ്റ് കലാപങ്ങളും ഉണ്ടായി ഈ കേരളത്തിൽ. ഒരു വർഗീയ കലാപവും ഉണ്ടാകാതെ ഈ കേരളത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച പിണറായി വിജയൻ. റോഡ് വികസനങ്ങളടക്കം സമാനതകളില്ലാത്ത വികസനം സാധ്യമാക്കിയ LDF സർക്കാരിനെ തന്നെ അധികാരത്തിലെത്തിക്കുവാൻ K സലീംകുമാറിനെ തെരഞ്ഞെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. CPI ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ജോസ് ഫിലിപ്പ്, R തിലകൻ, VR ശശി, S ബിജുമോൾ, S സാബു, VK ബാബുക്കുട്ടി, രാജേശൻ നീർണാംകുന്നേൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് തുടങ്ങിയവർ സംസാരിക്കുകയും ചെയ്തു. തുടർന്ന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി സംസാരിക്കുകയും സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.